ഷഅബാനിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ച, ഖുർആൻ പാരായണം ശ്രദ്ധിച്ച ഒരു സമയത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ലം അറക തസൂമു ഷഹ്റൻ മിനശ്ശുഹൂർ മാ തസൂമു മിൻ ശഅബാൻ. ഷഅബാനിൽ സുന്നത്ത് നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റു മാസങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലെ അങ്ങയെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഏറ്റവും അധികം റസൂലുള്ളാഹി സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചത് ഷഅബാനിലാണ്. രണ്ട് കാരണങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ദാലിക ഷഹറുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വറമളാൻ. റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ജനങ്ങൾ ഗഫലത്തിലാകുന്ന മാസമാണ് റമളാൻ. റജബിന്റെ മഹത്വം പവിത്രമാക്കപ്പെട്ട മാസമാണ് എന്നത് നമുക്കറിയാം. റമളാനിന്റെ മഹത്വവും നമുക്കറിയാം. എന്നാൽ പൊതുവെ ശഅബാൻ ആളുകൾ ഗഫലത്തിലേക്ക് പോകും. ശഅബാനിന്റെ പുണ്യങ്ങൾ, അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആളുകൾ മറന്നുപോകും. ജനങ്ങൾ ഗഫലത്തിലാകുന്ന സമയങ്ങളിലാണ് വലിയ പുണ്യങ്ങളുള്ളത്. നമസ്കാരത്തിൽ ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ളത് സുബഹ് നമസ്കാരത്തിനാണ്. അതാണ് അധികം ആളുകളും ഗഫലത്തിലേക്ക് പോവുക, ഉറങ്ങിപ്പോവുക, അശ്രദ്ധമാക്കി നന്മകൾ നഷ്ടപ്പെടുത്തുക. സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം രാത്രി നമസ്കാരത്തിനാണ്. അധികം ആളുകളും മറന്നുപോകുന്നത് ആ നന്മയാണ്. അതുപോലെ ശഅബാനിൽ ആളുകൾ ഗഫലത്തിലേക്ക് പോകുമ്പോൾ ആളുകളെല്ലാം റമളാൻ തുടങ്ങട്ടെ, ഞാൻ നോമ്പ് തുടങ്ങും, റമളാൻ ആകട്ടെ ഖുർആൻ പാരായണം തുടങ്ങും, റമളാൻ ആകട്ടെ സ്വതക്കകൾ ചെയ്യും. അങ്ങനെ റമളാൻ ഒന്നുവരെ നമ്മളാരും മരിക്കില്ല, ശഅബാനിൽ ഇവിടെ ആരും മരണപ്പെടില്ല എന്നാരോ ഉറപ്പു നൽകിയതുപോലെയാണ് പലപ്പോഴും ശഅബാനിൽ ആളുകൾ കടിച്ചുകൂട്ടുക. ആ ശഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി നോമ്പനുഷ്ഠിച്ചു. യഥാർത്ഥത്തിൽ സലഫുകൾ റജബിൽ കളവറിക്കും. അവരുടെ തിന്മകൾ, അവരുടെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞ്, പാപങ്ങൾ തൗബ ചെയ്ത് റമളാനിനു വേണ്ടി അവർ തയ്യാറാകും. ശഅബാനിൽ അവർ വിത്തുപാകും. റമളാനിലാണ് വിളവെടുപ്പ്. റജബിൽ കളവറിക്കാതെ, ശഅബാനിൽ വിത്തെറിയാതെ റമളാനിൽ ഒരാൾ വിളവെടുക്കാൻ ചെന്നു കഴിഞ്ഞാൽ അവനൊന്നും കിട്ടുകയില്ല. പലപ്പോഴും അതുകൊണ്ടാണ് നമ്മുടെ പല റമളാനുകളും നഷ്ടങ്ങളുടെ കഥകളായി തീരുന്നത്. റമളാനിന്റെ 1-2 ദിവസം മാത്രം ഖുർആൻ പാരായണം ഒതുങ്ങിപ്പോകുന്നത്, റമളാനിലെ തറാവി നമസ്കാരങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത്, റമളാനിലെ പല ജമാഅത്തുകളും നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണം ശഅബാനിൽ തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇല്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ അതിനുവേണ്ടി പ്രത്യേകമായി തയ്യാറെടുത്തിരുന്നു. മുൻഗാമികൾ ശഅബാനെ വിളിച്ചിരുന്നത് ഷഹ്റുൽ ഖുർആ, ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസം എന്നാണ്. ഖുർആൻ ഓതുന്ന മാസം, ഖുർആനിന്റെ മാസം. മഹാനായ അംർ ഇബ്നു ഖൈസ് ഇദാ ദഖല ശഅബാൻ അഗ്ലഖ ഹാനൂതഹു. ശഅബാൻ ആയാൽ കടകൾ അടക്കും, കച്ചവടം നിർത്തും. വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, എന്നിട്ട് ഖുർആൻ പാരായണത്തിന് വേണ്ടി അദ്ദേഹം മാറിയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ശഅബാനിന്റെ പ്രത്യേകത, ജനങ്ങൾ ഗഫലത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് പ്രത്യേകമായ പുണ്യമുണ്ട് ശഅബാനിലെ നോമ്പ്. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹുവ ഷഹ്റുൻ, ആ മാസം തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടും. അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. എല്ലാ ദിവസവും നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. സുബഹി നമസ്കാരത്തിന്റെ സമയത്ത്, സുബഹിയുടെ സമയത്ത്, അസറിന്റെ സമയത്ത്, എല്ലാ ആഴ്ചകളിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. വർഷത്തിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ശഅബാനിലാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിൽ ധാരാളമായി നോമ്പ് നോൽക്കാൻ റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടു. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം,
നോമ്പ് കടമുള്ള ആളുകൾ ശഅബാനിൽ ആ കടം വീട്ടേണ്ടതുണ്ട്. പല ആളുകളും ധരിച്ചിട്ടുള്ളത് ഒരു മുദ്ദു കൊടുത്താൽ ആ കടം തീർന്നു എന്നാണ്. മുദ്ദു കൊടുക്കേണ്ടത് വളരെ പ്രായം ചെന്ന് ഇനി നോമ്പ് നോറ്റുപൂട്ടാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തിയ പ്രായം ചെന്ന ആളുകളാണ്. ഒരു പനി വന്നു, അതുകൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു. യാത്ര കാരണം നോമ്പ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ സ്ത്രീകൾ അവരുടെ ഹൈദ് കാരണം നോമ്പ് നഷ്ടപ്പെട്ടു. അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾക്കുള്ളതല്ല മുദ്ദ് നൽകുക എന്നുള്ളത്. അവരാ നോമ്പ് നോറ്റുപൂട്ടുക തന്നെ ചെയ്യണം. ശഅബാനിലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എത്ര നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ നോമ്പ് വീട്ടുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഒരുപാട് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള നോമ്പ് പോയാലും അത് മുദ്ദ് കൊടുത്താൽ അത് തീരും. അത് പനി വന്ന് നോമ്പ് ഒഴിവാക്കിയവനുള്ളതല്ല, യാത്ര കാരണം നോമ്പ് ഒഴിവാക്കിയവനല്ല, അല്ലെങ്കിൽ പ്രയാസം കാരണം നോമ്പ് ഒഴിവാക്കിയവനല്ല. അത്തരം ആളുകൾ ശഅബാൻ തീരുന്നതിന് മുമ്പ് അവർ ആ നിർബന്ധമായ നോമ്പ് നോറ്റുവിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. റമദാൻ എത്തുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് നമ്മൾ ശുദ്ധമാക്കണം. മഹാനായ അംർ ഇബ്നു ഖൈസ് അദ്ദേഹം പറഞ്ഞു, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ. റമദാനിന് മുമ്പ് നഫ്സ്, അവന്റെ മനസ്സ് അത് ശുദ്ധമാക്കിയവന് അവന് മംഗളം. പ്രിയമുള്ളവരെ, റമദാനിന് മുമ്പ് മനസ്സ് ശുദ്ധമാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി. അല്ലാഹു തആല അവന്റെ അടിമകളിലേക്ക് അല്ലാഹു നോക്കും. ശഅബാനിൽ അവന്റെ മുഴുവൻ അടിമകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിനിൻ. അല്ലാഹുവിൽ പങ്കുചേർത്തവനും മുശാഹിനും ഒഴികെ. അല്ലാഹുവിൽ പങ്കുചേർത്ത, ജീവിതത്തിൽ അല്ലാഹ് എന്ന് വിളിക്കേണ്ടതിനു പകരം ഒരു ജാറത്തിലേക്ക് ചെല്ലുന്ന, കയ്യിൽ ചരടുള്ള, കയ്യിലേലസുള്ള, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ അല്ലാഹു മഗ്ഫിറത്ത് നൽകുകയില്ല. മറ്റുള്ള എല്ലാ അബദിനും, എല്ലാ അടിമകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ശിർക്ക് വന്നാൽ അല്ലാഹു തആല ആ പാപങ്ങൾ പുറത്തു നൽകുകയില്ല. രണ്ടാമത്തെ വിഭാഗം മുശാഹിൻ. മഹാനായ ഇമാം ഔസാഇ പറഞ്ഞു, ഹുവ സാഹിബുൽ ബിദ്അ. ബിദ്അത്തിന്റെ ആളാണ്. ഈ ദീൻ പൂർത്തിയായിട്ടുണ്ട്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി നൽകിയിരിക്കുന്നു. ആ പൂർത്തിയായ, സ്വഹാബത്ത് മനസ്സിലാക്കിയ, റസൂലുള്ളാഹി പഠിപ്പിച്ച ദീനിൽ പുതിയ ആചാരങ്ങൾ കൊണ്ടുവരുന്നവർ, ദീനിൽ പുതിയതായ കാര്യങ്ങൾ കൊണ്ടുവരുന്നവർ, അവർക്ക് അല്ലാഹു പുറത്തു നൽകുകയില്ല. ചില പണ്ഡിതന്മാര് പറഞ്ഞു, അവിടെ മുശാഹിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ദേഷ്യത്തിൽ കഴിയുന്ന ആളുകളാണ്. ഏതായിരുന്നാലും റമദാനിന് മുമ്പ് ജീവിതത്തിൽ ശിർക്കുണ്ടോ, ജീവിതത്തിൽ ബിദ്അത്തുണ്ടോ, ജീവിതത്തിൽ മറ്റുള്ളവരോട് പകയുണ്ടോ, വൈരാഗ്യമുണ്ടോ, അത് റമദാനിന് മുമ്പ് മാറ്റി റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ശഅബാനിന്റെ ഉള്ള പുണ്യം മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളും നാം അറിയേണ്ടതുണ്ട്. ഇന്ന് അങ്ങനെയാണ്, ഇല്ലാത്തതാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഉസ്താദുമാരും ഓരോ ചാനലുകൾ തുടങ്ങി അവർക്ക് തോന്നുന്ന ഓരോ ഫളായിലുകൾ, അവർക്ക് തോന്നുന്ന പുതിയ പുതിയ ആചാരങ്ങൾ, റജബില് പ്രത്യേകമായ ദിക്റുകൾ, ശഅബാനിന് പ്രത്യേകമായ ദിക്റുകൾ, അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇല്ലാത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശഅബാൻ 15 പ്രത്യേകമായൊരു നോമ്പ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, 13, 14, 15 നോമ്പുണ്ട്. അത് മുസ്ലിം ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതിന്റെ കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചു, സ്വഹാബത്ത് അത് ചെയ്തു, അടുത്ത തലമുറ അത് ഏറ്റെടുത്തു. പ്രമാണങ്ങളിൽ നമുക്കത് കാണാം. ശഅബാൻ 15 നോമ്പ് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട, റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു രേഖയും ശഅബാൻ 15 നോമ്പിൽ പ്രത്യേകമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാം ദീനിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ ചില ആളുകൾ ഇപ്പൊ തുടങ്ങിയ ഒരു ആചാരമാണ് റജബും ശഅബാനും മുഴുവൻ നോമ്പ്. റസൂലുള്ളാഹി മുഴുവൻ നോമ്പ് നോറ്റത് റമദാനിലാണ്. റജബ് മുഴുവൻ നോമ്പ്, ശഅബാൻ മുഴുവൻ നോമ്പ്.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുകളിൽ ഒരു ഈമാനില്ല, റസൂലുള്ളാഹിയുടെ മുകളിൽ ഒരു തഖ്വയില്ല. മൂന്നാളുകൾ റസൂലുള്ളാഹിയുടെ ജീവിതം പഠിക്കാൻ വരാൻ അവർക്ക് തോന്നാണ് ഇത് വളരെ കുറവാണ്, ഇത്ര നോമ്പേ ഉള്ളൂ. അവർ തീരുമാനം എടുക്കാൻ ഇനി ഇതാ പകല് മുഴുവൻ നോമ്പാണ്. ഒരാൾ തീരുമാനിക്കാണ് ഇനി ഞാൻ കല്യാണം കഴിക്കുന്നില്ല, കല്യാണം കഴിച്ചാൽ കുട്ടികളും ഭാര്യയും അതൊക്കെ എന്റെ ദീനിന് എതിരാകും, ദീൻ കുറെ സമയം അങ്ങനെ നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഒരാൾ തീരുമാനിക്കാണ് രാത്രി മുഴുവൻ ഇനി നിസ്കാരാൻ. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? വളരെ നല്ല കാര്യം. പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം, കുടുംബം പോലും ഒഴിവാക്കി ദീനീ കാര്യത്തിന്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ചര്യക്കെതിരായാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. റസൂലുള്ളാഹി അങ്ങനെ റജബും ശഅബാനും മുഴുവൻ നോമ്പ് നോറ്റ് റമളാനിന് മുന്നേ ഒരു പ്രത്യേകമായ ഒരു ആചാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു നൽകിയിട്ടില്ല. ഇനി 15-ന് തീരെ നോമ്പ് നോക്കാൻ പാടില്ല എന്നല്ല, ശഅബാനിൽ ധാരാളം നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തി, അയാൾ 11-ന് നോൽക്കുന്നുണ്ട്, 12-ന് നോൽക്കുന്നുണ്ട്, അയാൾക്ക് 15-ന് നോൽക്കാം. 15-ന് പ്രത്യേകമായ ഒരു നോമ്പ് അത് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നില്ല. റജബും ശഅബാനും പൂർണ്ണമായി നോമ്പ് നോൽക്കുന്ന ഒരു രീതി അതും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ശഅബാൻ 15-ന്റെ രാവിൽ 1000 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു. എന്നിട്ട് ആളുകൾ അത് പരസ്പരം ഓർമ്മപ്പെടുത്താണ്, 15 ആയിട്ടുണ്ട്, നീ 1000 ഇഖ്ലാസ് ഓതണം. പ്രിയമുള്ളവരെ, ചെയ്യുന്ന അമൽ അത് നല്ലതാകണമെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കണം. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമല് ചെയ്തു, ലൈസ അലൈഹി അംറുന, അതിന് നമ്മുടെ കൽപ്പനയില്ല, അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. സ്വർഗത്തിലേക്ക് എത്തുന്ന അമലുകൾ പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹിയെ പറഞ്ഞയച്ചത്. ആ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയേണ്ടതാണ്. അങ്ങനെ ഒരു 1000 ഇഖ്ലാസ് ശഅബാൻ 15-ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടില്ല. ഒരു 6 റക്അത്ത് നമസ്കാരമുണ്ട് ശഅബാൻ 15-ന്റെ രാവിൽ, അള്ളാഹുവിന്റെ റസൂലിന് അത് പരിചയമില്ല. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 2 വർഷം ജീവിച്ചു. ഒരു ശഅബാനിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ നിസ്കാരം അനുഷ്ഠിച്ചിട്ടില്ല. 30 കൊല്ലം ഖലീഫമാരുടെ ഭരണം നടന്നു. അതിനുശേഷം എത്രയോ ഇമാമിങ്ങൾ, അവർക്കാർക്കും അങ്ങനെ ഒരു ആചാരം പരിചയമില്ല. സൂറത്തുൽ യാസീൻ പ്രത്യേകമായി പാരായണം ചെയ്യൽ പുണ്യമായി പഠിപ്പിക്കുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനമായി പറയുന്നത് അന്നാണ് ഖുർആൻ ഇറങ്ങിയത്. അന്നാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ ഇറങ്ങിയ രാവാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഖുർആൻ അല്ലാഹ് ഇറക്കിയത് ലൈലത്തുൽ ഖദ്റിലാണ്. ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആചാരങ്ങൾ ശഅബാനിൽ കൊണ്ടുവരുമ്പോൾ ഉള്ളത് നാം സ്വീകരിക്കുകയും ഇല്ലാത്തതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിന് നേരത്തെ നമ്മൾ ഒരുങ്ങണം. റമളാനിലെ വിലപിടിപ്പുള്ള സമയങ്ങൾ അത് മറ്റു കാര്യങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടാകരുത്. നമ്മൾ പെരുന്നാളിന് വസ്ത്രങ്ങൾ എടുക്കും, അത് നേരത്തെ നമുക്ക് എടുത്തു വെക്കാം. അത് കേടുവരാനും അല്ലെങ്കിൽ പൂപ്പല് പിടിക്കാനും നഷ്ടപ്പെടാനൊന്നും പോകുന്നൊരു സാധനമല്ല വസ്ത്രം എന്നുള്ളത്. അത് റമളാനിന് മുന്നേ നമുക്ക് വാങ്ങി വെക്കാം. റമളാനിന് മുന്നേ വാങ്ങി വെച്ചാലും റമളാനിൽ വാങ്ങിയാലും വസ്ത്രത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചൊരു നഷ്ടവും നമുക്കില്ല. പക്ഷെ റമളാനിൽ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് സമയം മാറ്റി വെക്കുമ്പോൾ, റമളാനിന്റെ പകലുകളിൽ അത്തരം കാര്യങ്ങൾക്ക് സമയം മാറ്റി വെക്കുമ്പോൾ റമളാനിൽ നമുക്ക് നഷ്ടമുണ്ട്. ആഖിറത്തിൽ നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ, ഈ ദുനിയാവിൽ നമ്മൾ ചിലവഴിക്കേണ്ട, ആഖിറത്തിന് ചിലവഴിക്കേണ്ട സമയങ്ങളിൽ നഷ്ടങ്ങളുണ്ട്. പല ആളുകളും റമളാനിൽ ഡ്രസ്സ് എടുക്കാൻ പോകും, പിന്നെ രണ്ടാമത്തെ പത്തിൽ അത് മാറ്റാൻ പോകും, അവസാനത്തെ പത്തിൽ മാറ്റിയത് മാറ്റാൻ പോകും. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ആ പെരുന്നാളാണ് റമളാനിലെ ഒരു വലിയൊരു സമയം പെരുന്നാളിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവർ. ഇത് വളരെയേറെ നാം ശ്രദ്ധിക്കേണ്ടതാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ നിയ്യത്ത് വെക്കണം, നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ കൊതിക്കണം അവസാനത്തെ 10 സജീവമാക്കാൻ, അവസാനത്തെ 10 രാത്രി നമസ്കരിക്കാൻ, ധാരാളമായി ഖുർആൻ ഓതാൻ. പ്രിയമുള്ളവരെ, നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിലും ആ ആഗ്രഹത്തിന് കൂലിയുണ്ട്, ആ കൊതിക്ക് കൂലിയുണ്ട്. നമുക്ക് അവസരം കിട്ടിയില്ല, ആ ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നന്മകൾ ധാരാളമായി നമ്മൾ ആഗ്രഹിക്കുക. അത് റമദാന്റെ വിഷയം മാത്രമല്ല, ഹജ്ജ് നമ്മൾ ആഗ്രഹിക്കണം. ഹജ്ജിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന, അതിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ആഗ്രഹിക്കണം, അടുത്ത വർഷം ഒരു ഹജ്ജ് കിട്ടിയിരുന്നെങ്കിൽ, ഒരു ഹജ്ജിന് അവസരം കിട്ടിയിരുന്നെങ്കിൽ. സ്വർണത്തിന്റെ വില കൂടിയിട്ടുണ്ട്, എല്ലാവരും സ്വർണത്തിന്റെ വില കൂടിയല്ലോ എന്നാണ് ആലോചിക്കുന്നത്. തിരിച്ചൊന്ന് ആലോചിക്കണം. 4 പവൻ സ്വർണം ഉണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമാകും. 4 പവൻ സ്വർണം വീട്ടിലുണ്ടെങ്കിൽ, ഭാര്യക്കുണ്ടെങ്കിൽ, ഭാര്യയുടേതായി 4 പവനുണ്ടോ, ഹജ്ജിന്ന് എന്ത് ഉതിറാണ്ടാവുക? വീട്ടിൽ സ്വർണമുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഒരു 10 പവനുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഹജ്ജ് എന്ന നിർബന്ധ ബാധ്യതയിൽ നിന്ന് എതിർ പറയാൻ കഴിയുക? സ്വർണ്ണ നിർബന്ധമാണോ? കഴിവുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമാണ്. മരിച്ചാൽ ആ സ്വത്തിൽ നിന്ന് അള്ളാഹ്ക്കുള്ള കടം വീട്ടണം. മനുഷ്യന്മാരോടുള്ള കടം പോലെയാണ് അള്ളാഹുവിനോടുള്ള കടം. ഹജ്ജ് കടാണ്. സമ്പത്തുണ്ടോ, ഹജ്ജിന് പോകാനുള്ള സമ്പത്ത് നമ്മുടെ കൈവശമുണ്ടോ, അത് നിർവഹിക്കണം. മരിച്ചാൽ അനന്തരാവകാശികൾക്ക് കൊടുക്കുന്ന മുമ്പ് അള്ളാഹുവിനുള്ള കടത്തിലേക്ക് മാറ്റിവെക്കണം, ഹജ്ജ് കടമുണ്ടെങ്കിൽ. ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ത്രീകൾ, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടോ, നമ്മുടേതായി സ്വർണമുണ്ടോ, അതൊന്ന് ഹജ്ജിന് വേണ്ടി ആലോചിക്കാൻ, ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാൻ. അതൊരു വയസ്സുകാലത്ത് അവസാന സമയത്ത് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് നല്ല ആരോഗ്യമുള്ള നമ്മുടെ ഈ യൗവനത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ, ആ നിർബന്ധമായ ബാധ്യത വിട്ടാൻ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പടച്ചോനോട് നന്നായി അതിനുവേണ്ടി ചോദിക്കുകയും ചെയ്യണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.